ഓക്കെ, നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ബാക്ക് ട്രാക്കിംഗ് ആണ്. അതായത് നമ്മുടെ ഈ മോഡ്യൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ 5th മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിവൈഡ് ആൻഡ് കോൺകർ ആൻഡ് ദ ഡൈനാമിക് പ്രോഗ്രാം സ്ട്രാറ്റജീസ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രീഡി ആൻഡ് ഡൈനാമിക് പ്രോഗ്രാം സ്ട്രാറ്റജീസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രീഡി സ്ട്രാറ്റജിയുടെ ജനറൽ അൽഗോറിതം പഠിച്ചു. പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഗ്രീഡി അപ്രോച്ച് യൂസ് ചെയ്യുന്ന അൽഗോറിതംസ്, അതായത് ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം. പിന്നെ പറഞ്ഞത് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ, അതായത് പ്രിംസും ക്രസ്കൽസ്. അതിൻ്റെ 2 പ്രോബ്ലംസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേര് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, നോട്ട്സും സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ കുറച്ച് പേര് സെൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് സ്റ്റിൽ പെൻഡിങ് ആണ്. പ്രിംസും ക്രസ്കൽസും ഞാൻ തന്ന ഹോംവർക്കുകളൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ ഇതുവരെയുള്ള കംപ്ലീറ്റ് നോട്ട്സും വെച്ചിട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. പിന്നെ ഇന്നലെ ഞാൻ 3rd മോഡ്യൂളിൻ്റെയും 4th മോഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യൻ സെറ്റും നിങ്ങൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾക്ക്. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 5th മോഡ്യൂളിൽ പഠിച്ചത്. നെക്സ്റ്റ് 6th മോഡ്യൂളിൽ സ്റ്റാർട്ടിങ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് അൽഗോരിതവും ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറയുന്ന വേറൊരു ടൈപ്പും. ഇവിടെ തൊട്ട് ഇതും ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഇതെന്ന് പറയുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് അല്ല, ഇറ്റ് ഈസ് റിലേറ്റഡ് with to all the algorithms that we all studied now, but it is something called tractable, intractable p problems like that. അത് നമുക്ക് പിന്നെ പഠിക്കാം. നമുക്കിപ്പോൾ കവർ ചെയ്യാനുള്ളത് ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അൽഗോറിതംസ് ആണ്. സോ നൗ ഐ എം മൂവിങ് ടുവേർഡ്സ് ദ ബാക്ക് ട്രാക്കിംഗ് അൽഗോറിതം. സോ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം പറയുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം തരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ബോർഡ് എടുക്കുവാണ്, ഒരു ചെസ് ബോർഡ് പോലൊരു സംഭവം. ഓക്കെ, ഇതിനകത്ത് 4 ടപ്പിൾസ് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 പേരുണ്ട്. ഓക്കെ, ഇതിലെ പ്രോബ്ലം ഇതാണ്. നമ്മുടെ കയ്യിൽ 4 ക്യൂൻസ് ഉണ്ടായിരിക്കും. 4 ക്യൂൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ക്യൂൻസിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, പ്ലേസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഒരു കോളത്തിലും ഓരോ ക്യൂൺ വെച്ച് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരേ കോളത്തിലോ ഒരേ റോയിലോ ഒന്നിൽ കൂടുതൽ ക്യൂൺ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സെയിം റോയിലും ഡയഗണലിലും ക്യൂസ് വരാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഇവിടെ ഞാനൊരു Q1 പ്ലേസ് ചെയ്താൽ എനിക്ക് ഇതിനകത്തും ഈ പറയുന്ന കോളത്തിനകത്തും ഈ പറയുന്ന റോവിനകത്തും പിന്നെ ഒരു ക്യൂവിനെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ക്യൂണിനെ അടുത്ത് എന്താണ്, ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതായത് ഫസ്റ്റ് റോ കഴിഞ്ഞ് ഇനി സെക്കൻഡ് റോയിൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇവിടെ പ്ലേസ് ചെയ്യാമെന്ന് ഇവിടെ പ്ലേസ് ചെയ്യും നമ്മൾ. പക്ഷേ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ഒരേ ഡയഗണലിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ വി വിൽ ഫൈൻഡ് അനദർ സെൽ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഒരു കോളത്തിന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇവിടെ എനിക്ക് പ്രോബ്ലം ഇല്ല. ഇവിടെ ഈ പറയുന്ന റോയിലൊരു ക്യൂണില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന കോളത്തിലും ക്യൂണില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്യൂണിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് 3rd ക്യൂണിനെ പ്ലേസ് ചെയ്യാൻ ഞാൻ നോക്കുകയാണ്. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? 3rd ക്യൂണിനെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ Q1 കിടപ്പുണ്ട്. കാരണം ഇവിടെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം Q2ൻ്റെ ഡയഗണലായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ നോക്കാൻ പറ്റുമോ? ഇതും പറ്റില്ല, കാരണം എന്താണ്, ഒരേ കോളത്തിലാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇവിടെ എടുക്കും. ഇവിടെ പറ്റുമോ? ഇവിടെയും എന്താണ്, ഡയഗണലാണ്. സോ ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് Q2ൻ്റെ പ്ലേസ് മാറ്റാൻ നോക്കും. അപ്പം ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. ഇതാണ് ബാക്ക് ട്രാക്കിംഗ്. അതായത് we will try to find out all the possibilities here, and if we are leading towards a dead end, നമുക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഡെഡ് എൻഡിലേക്ക് പോവുകയാണെങ്കിൽ we will backtrack to the previous one. ഇതിനെയാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ട്രാക്കിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെർച്ചാണ്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. അതായത് നമ്മളൊരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കാണണമല്ലോ. നമ്മൾ ഒരു സ്റ്റേറ്റ് സ്പേസ് ട്രീ പോലെ ഒരു ട്രീ വരച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതൊക്കെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ട്രീ വരയ്ക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് ഡെപ്തിലായിരിക്കും പോകേണ്ടത്. ആദ്യമേ ഇത് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് അടുത്തത് വരണം. അങ്ങനെ ഒരു ഡെപ്ത് ഫസ്റ്റ് സെർച്ചിലാണ് നമ്മൾ ഈ പറയുന്ന പോസിബിലിറ്റീസ് കണ്ടെത്തുന്നത്. സോ ബാക്ക് ട്രാക്കിങ്ങിനകത്ത് വി സെർച്ച് ഡെപ്ത് ഫസ്റ്റ് ആയിരിക്കും സൊല്യൂഷന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നത്. വി സെർച്ച് ഡെപ്ത് ഫസ്റ്റ് ഫോർ സൊല്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ്, ഇൻ ബാക്ക് ട്രാക്കിംഗ് ടെക്നിക്
ബാക്ക് ട്രാക്ക് ടു ദ ലാസ്റ്റ് വാലിഡ് പാത്ത് ആസ് സൂൺ ആസ് വി ഹിറ്റ് എ ഡെഡ് എൻഡ്. നമ്മൾ ലാസ്റ്റ് എപ്പോഴാണോ ഒരു ഡെഡ് എൻഡ് വരുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. എപ്പോഴാണോ ഡെഡ് എൻഡ് ആവുന്നത് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് ട്രാക്ക് ചെയ്ത് പോകും. അങ്ങനെ ഇവിടെ കുറേ തിയറീസ് കിടപ്പുണ്ട്. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തിയറി തന്നെയാണ്. Backtracking reduces the search space since we no longer have to follow down any paths we know are invalid. അതായത് നമ്മളിങ്ങനെ ഡെപ്തിലേക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, ഡെപ്തിലേക്ക് പോയി ഇവിടെ എത്തുമ്പോഴേക്കും ഡെഡ് എൻഡ് ആയി, എനിക്ക് വേറെ പോസിബിലിറ്റി ഒന്നുമില്ല ക്യൂണിനെ പ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അതായത് താഴെ അങ്ങോട്ട് ബാക്കി കിടപ്പുണ്ടാകും, പക്ഷേ ഇവിടെ നമുക്ക് പോസിബിലിറ്റി ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താഴേക്ക് പോകാൻ നിൽക്കില്ല, നമ്മൾ നേരെ ബാക്ക് ട്രാക്ക് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബാക്ക് ട്രാക്കിംഗ് കൊണ്ട് നമുക്ക് സെർച്ചിങ്ങിനെ കുറയ്ക്കാനാണ് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നമ്മുടെ കൺസ്ട്രെയിൻ്റ് അനുസരിച്ചിട്ട് ഡെഡ് എൻഡ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, താഴേക്ക് പിന്നെ പോകേണ്ട കാര്യമില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ബാക്ക് ട്രാക്ക് ചെയ്യാം. അപ്പം ഈ പറയുന്ന താഴെയുള്ള സൊല്യൂഷൻസ് സോൾവ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ സെർച്ചിങ് കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഇതിനകത്ത്, ഈ പറയുന്ന ബാക്ക് ട്രാക്കിങ്ങിനകത്ത്. ഇനി ബാക്ക് ട്രാക്കിംഗ് ഈസ് ആൻ അൽഗോറിതമിക് ടെക്നിക് ദറ്റ് കൺസിഡർ സെർച്ചിങ് എവറി പോസിബിൾ, എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ ഇതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ടപ്പിളാണ് എടുക്കുന്നത്. ഈ ടപ്പിളിനകത്തേക്കാണ് എനിക്ക് എൻ്റെ ക്യൂൺസിലെ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് ക്യൂൺസിനെ ഒരു ടപ്പിൾ എടുത്താൽ ഈ ക്യൂവിനെ 4x4 ബോർഡാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 4 റോയും 4 കോളം കാണും. അപ്പോൾ ഒരു ടപ്പിൾ എടുക്കുവാണെങ്കിൽ 1 2 3 4, അതായത് ഒരു ക്യൂണിനെ പ്ലേസ് ചെയ്യാൻ എനിക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഫസ്റ്റ് സെല്ലിൽ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡിൽ, അല്ലെങ്കിൽ തേർഡിൽ, അല്ലെങ്കിൽ ഫോർത്തിൽ. അപ്പം ഇതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുക. നമുക്ക് 2 തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ആണ് ഈ പറയുന്ന ബാക്ക് ട്രാക്കിനകത്ത് വരിക. ഒന്നെന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്നും, രണ്ടാമത്തേത് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞ് 2 കൺസ്ട്രെയിൻസ് വരും. ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടപ്പിൾ തന്നിരിക്കും, ആ ടപ്പിളിനകത്ത് x1 മുതൽ എക്സെട്ര അപ് ടു xn വരെ ഉണ്ടെന്ന് വിചാരിക്കും. xi മുതൽ xn വരെ ഉണ്ടെങ്കിൽ ആ പറയുന്ന x1 മുതൽ xn വരെയുള്ള ഓരോ ഇതിനകത്തും എനിക്ക് ആദ്യത്തെ ഒരു ക്യൂണിനെ പ്ലേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സെക്കൻഡിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ തേർഡിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർത്തിൽ പ്ലേസ് ചെയ്യാം. മാക്സിമം ഇവിടെ വരെ പറ്റുള്ളൂ. 4x4 ആണെങ്കിൽ 4 വരെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇതിനകത്ത് തന്നെ നമ്മൾ വേറൊരു കൺസ്ട്രെയിൻറ്റും കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ അടുത്ത Q2നെ പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള കൺസ്ട്രെയിൻ്റാണത്. അതായത് ഒരേ കോളത്തിൽ വരാൻ പാടില്ല, ഒരേ റോയിൽ വരാൻ പാടില്ല, ഒരേ ഡയഗണലിൽ വരാൻ പാടില്ല. ഈ 3 എണ്ണത്തിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. Okay, there are 2 types of constraints. The one is the implicit and then other one is an explicit. Implicit constraints എന്താണ്, എത്ര നമ്പർ ഓഫ്, അതായത് ഇപ്പോൾ 8x8 ആണ് നമുക്ക് തന്നിരിക്കുന്ന 8x8 ബോർഡാണെങ്കിൽ എത്രയായിരിക്കും, x1 മുതൽ x8 വരെയുള്ള ഒരു ടപ്പിൾ എടുക്കാൻ പാടുള്ളൂ. അതിനകത്ത് എനിക്ക് എവിടെ വേണമെങ്കിലും ക്യൂൺസിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് എത്ര ക്യൂൺ കാണും, 8x8ലാണെങ്കിൽ 8 ക്യൂൺ കാണും. ഈ 8 ക്യൂണിനെ എനിക്ക് ഈ പറയുന്ന ടപ്പിളിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അപ്പോൾ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, അത് ഏതെങ്കിലും ഒന്നായിരിക്കും സക്സസ് ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുക. എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഒരേ റോയിൽ വരാൻ പാടില്ല, കോളത്തിൽ വരാൻ പാടില്ല, ഡയഗണലിൽ വരാൻ പാടില്ല. ഇതാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൺസ്ട്രെയിൻസിൻ്റെ കാര്യമാണ് ഞാനിവിടെ തന്നിരിക്കുന്ന നോട്ടിലുള്ളത്. പിന്നെ നമ്മൾ ഈ ഞാൻ വരയ്ക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. 4x4 നമുക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എൻക്യൂൺ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻക്യൂൺ പ്രോബ്ലം, അതായത് ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് ബാക്ക് ട്രാക്കിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള 2 അൽഗോറിതംസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എൻക്യൂൺ അൽഗോറിതവും എൻക്യൂൺ പ്രോബ്ലവും. സെക്കൻഡ് വൺ ഈസ് 0x1 നാപ്സാക്ക് പ്രോബ്ലം. നമ്മൾ ഓൾറെഡി ഒരു നാപ്സാക്ക് പഠിച്ചു. അതെന്തായിരുന്നു? ആ നാപ്സാക്ക് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ നാപ്സാക്ക് ആയിരുന്നു. അത് ഏത് മെത്തേഡായിരുന്നു? ഗ്രീഡി അപ്രോച്ച് ആയിരുന്നു. ഇതേ സമയം ഈ പറയുന്ന ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോറിതമാണ്
0/1 നാപ്സാക്ക് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 0/1 നാപ്സാക്ക് നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചിട്ടും സോൾവ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ബാക്ക് ട്രാക്കിംഗ് വെച്ച് സോൾവ് ചെയ്യുന്ന 0/1 നാപ്സാക്ക് പ്രോബ്ലമാണ്. അപ്പോൾ ഈ 2 പ്രോബ്ലംസാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഡിസൈൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പോകുന്ന 2 പ്രോബ്ലംസ്. ഓക്കെ.